PC ജോർജിന്റെ വെളിപ്പെടുത്തലിൽ ഏതായാലും BJP വെട്ടിലാണ്. റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട BJP സംസ്ഥാന അധ്യക്ഷൻ വിശദീകരണം ഒറ്റ വാചകത്തിൽ ഒരുക്കി കേട്ടോ. ആദ്യം പറഞ്ഞത് PC ജോർജ് തിരുത്തി പറഞ്ഞല്ലോ എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. BJPയിലുള്ളത് വൃത്തികെട്ടവന്മാരാണെന്ന PC യുടെ പരാമർശത്തിന് രാജീവ് ചന്ദ്രശേഖർ മറുപടിയും നൽകിയില്ല. ആദ്യം പറഞ്ഞത് പറഞ്ഞു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞു അല്ല, മുഴുവൻ സ്റ്റോറി കഥ പറയുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ചാപ്റ്ററും ഫൈനൽ ചാപ്റ്റർ പറയുന്നത്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, അറിയാവുന്ന മലയാള ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞത് പിന്നെ തിരുത്തിയല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആദ്യം പറഞ്ഞത് പ്രസക്തമായി അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഒരന്വേഷണവും ഇല്ല എന്ന് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് പറയാനാകുന്നത്? TV പ്രസാദ്. വിനീത, വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ആദ്യം PC ജോർജ് പറഞ്ഞതിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു A ക്ലാസ് മണ്ഡലത്തിൽ 4.5 കോടി രൂപയാണ് കിട്ടിയത് എന്ന് PC ജോർജിന്റെ പ്രസംഗത്തോടു കൂടി കേരളത്തിന് ബോധ്യമാവുകയും ചെയ്തു. മാത്രവുമല്ല, ഈ PC ജോർജ് മത്സരിച്ച മണ്ഡലം BJPയുടെ A ക്ലാസ്സിൽ പെടുന്നതല്ല. പക്ഷെ എന്നിട്ട് കൂടി PC ജോർജിന്റെ ഒരു തലപ്പൊക്കം കൊണ്ടൊക്കെ 4.5 കോടി അവിടെ കിട്ടുകയും ചെയ്തു. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ 2.5 കോടി കൊടുത്തു എന്നാണ് പറയുന്നത്. ആകെ ഏതാണ്ട് 415 കോടിയോളം രൂപ അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ തന്നെ കേരളത്തിൽ BJP ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിക്കാനുള്ള പരമാവധി തുകയായ 40 ലക്ഷത്തിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തത് എന്ന ചോദ്യമാണ് വളരെ സജീവമായി ഉയരുന്നത്. ഇതിപ്പോൾ PC ജോർജ് BJP നേതൃത്വത്തിലെ വെട്ടിലാക്കുകയാണ് ചെയ്തത്. ഒരു ഭാഗത്ത് BJP ഫണ്ട് വെട്ടിപ്പ് ആരോപണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് PC ജോർജിന്റെ വക ഈ ഇടുത്തി വന്നിരിക്കുന്നത്. എന്തായാലും ഇത് PC ജോർജ് ഈ BJPയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്ത് പറയണമെന്നും പോലും അറിയാതെ ഉരുളുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിനീത, അതാണ് ഏതായാലും ആദ്യം പറഞ്ഞത് പിന്നെ തിരുത്തിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ആദ്യം പറഞ്ഞത് ഇപ്പോഴും അവിടെയുണ്ട് എന്നതുകൂടി ഓർക്കണം. വലിയ തട്ടിപ്പ് നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് PC ജോർജിന്റെ വെളിപ്പെടുത്തൽ. ഒരു A ക്ലാസ് മണ്ഡലത്തെ 4.5 കോടി രൂപ എത്തിയെങ്കിൽ അപ്പോൾ മൊത്തം എത്ര രൂപ എത്തി, അതിൽ എത്ര രൂപ ചെലവഴിച്ചു എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും മറുപടി പറഞ്ഞേ മതിയാകൂ BJP നേതൃത്വം എന്നത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ കളമശ്ശേരി ഓഫീസിലേക്ക് യുവമോർച്ചയുടെ ചില പ്രവർത്തകരൊക്കെ ഒരു മാർച്ച് നടത്തുന്നത് കണ്ടു. അവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ പാർട്ടിയിൽ ഒരു വലിയ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് ഒരു മുതിർന്ന നേതാവ് തന്നെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മാർച്ച് നടത്തേണ്ടത് ഇവിടേക്കല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെയോ അദ്ദേഹത്തിന്റെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഈ തട്ടിപ്പിന്റെ ഭാഗമെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ചില മുതിർന്ന നേതാക്കളൊക്കെയുണ്ട്, അവരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. എന്നാലെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയോ വല്ല അന്വേഷണം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. ഏതായാലും ഈ പാർട്ടിക്കകത്ത് ഇനി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെയും അത് മതിയോ എന്നതാണ്. ഇത്രയധികം കോടി രൂപ എത്തിയിട്ടുണ്ട്, അതിൽ പലതും പല നേതാക്കളും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരികയാണ്. പല രേഖകളും പുറത്തു വന്നിട്ടുമുണ്ട്. ഇതിലൊക്കെ തന്നെയും ഒരു ക്രിമിനൽ അന്വേഷണം വേണ്ടതല്ലേ, പോലീസ് തന്നെ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്.